ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBIക്ക് തിരിച്ചടി. കടപ്പത്രം വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളുടെ മുഴുവൻ വിവരങ്ങളും നാളെ വൈകിട്ട് 5:30 മുൻപ് കൈമാറാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജൂൺ 31 വരെ സമയം വേണമെന്ന ആവശ്യം കോടതി തള്ളി. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്നും സുപ്രീം കോടതി താക്കീത് നൽകി. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാവകാശം വേണമെന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആവശ്യമാണ് സുപ്രീം കോടതി തള്ളിയത്. ഇനി കൂടുതൽ സമയം അനുവദിക്കില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവരങ്ങൾ ഉടൻ കൈമാറണം. വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 15-ന് തന്നെ പ്രസിദ്ധീകരിക്കുകയും വേണം. വിവരങ്ങൾ കൈമാറുന്നത് സങ്കീർണമായ പ്രക്രിയയാണെന്നും അതിന് ജൂൺ 30 വരെ സമയം വേണമെന്നുമായിരുന്നു വാദം. ആരുടെ ബോണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയെന്ന വിവരം ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിക്കാൻ നിർബന്ധിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മുദ്രവെച്ച കവർ കോടതി തുറന്നു. തുടർന്നാണ് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. സ്വാഗതാർഹമായ ഉത്തരവെന്ന് ഹർജി നൽകിയ കക്ഷികളിലൊന്നായ CPIM. Well, this Supreme Court judgment is a big step forward in ensuring transparency of political funding and particularly electoral funding. ബോണ്ട് വഴി കിട്ടിയ പണത്തിന്റെ കണക്കുകൾ മൂടിവെക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കി. 24 ഡൽഹി.